പിന്നെ ഇതിനൊരു സൂചി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാ നീഡിൽ. ആ ഇത് വേണം ഇതിലിടാൻ. ഓക്കെ. അതിലിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മുറുക്കുക. പിന്നെ ഇത് വൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ചങ്കൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ നാട്ടിൽ വിളിക്കുക തൊപ്പികളി എന്നാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉറ്റ ചങ്ങായിയാണ് സുലൈമാൻക അല്ലേ? ഇപ്പം ഇന്ന് സുലൈമാൻക നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പരമ്പരാഗതമായിട്ട് ഇപ്പോഴും ഉണ്ട് നിലവിൽ ഗ്രാമഫോൺ എന്ന് പറയും, അറിയില്ലേ? പഴയ കാലത്തെ പാട്ടുപെട്ടി അല്ലേ? ശരിക്കും പാട്ടുപെട്ടി അതിന് പഴയ കാലത്ത് പറയും. ഓക്കെ. അപ്പോൾ നമുക്കതിനെ പരിപൂർണ്ണമായിട്ട് പരിചയപ്പെടാം. സുലൈമാൻക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരും അതിൽ എങ്ങനെയാണ് ഒരു ഗ്രാമഫോൺ ഉപയോഗിക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആളടുത്ത് ഒന്നല്ല, ഇപ്പം എത്ര ഉണ്ട് സുലൈമാൻക്ക് അവിടെ നമ്മളടുത്ത്? ഗ്രാമഫോൺ ഒന്നുള്ളൂ, പിന്നെ റെക്കോർഡ് പ്ലെയറുകൾ 3 ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അടിച്ച് പൊളിച്ച് പരിചയപ്പെടാം. നിങ്ങൾ വീഡിയോ കണ്ടിരുന്നാൽ മതി. വേറെ എന്തൊക്കെയുള്ള സുലൈമാൻക്ക് ഇത് കൂടാതെ? വേറെ റെക്കോർഡ് പ്ലെയറുകളുണ്ട്, പിന്നെ പഴയ റേഡിയോകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്? ഇതിനൊരു സൂചി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാ നീഡിൽ. ആ ഇത് വേണം ഇതിലിടാൻ. ഓക്കെ. അതിലിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മുറുക്കുക. പിന്നെ ഇത് വൈൻഡ് ചെയ്യാം. ഫസ്റ്റ് വൈൻഡ് ചെയ്യും. ഇങ്ങനെ വൈൻഡ് ചെയ്താൽ ഒരു മിനിറ്റ്, ഇതെന്തിനാ ഇങ്ങനെ വൈൻഡ് ചെയ്യണത്? വൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് തിരിയണമെങ്കിൽ ഇതിന് ഇലക്ട്രോണിക് പവർ ഒന്നും ഇല്ലല്ലോ അല്ലേ? മാനുവലായിട്ട് നമ്മളിത് വൈൻഡ് ചെയ്യണം. വൈൻഡ് ചെയ്യണം. വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ആണ്, അത് ടൈറ്റ് ആവും. ഇപ്പം നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞാൽ അതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അത് ആദ്യം നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചാൽ അത് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ലോക്ക് ആവുമോ? അത് ഇങ്ങോട്ട് വെച്ചാൽ ലോക്ക് ആവും. ഇനി അത് ഇപ്പം ഇതിൽ ഓൾറെഡി ഇതിൽ എനർജി കിട്ടി കറങ്ങാനുള്ളത്. ഇനി ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കറങ്ങും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കും. ആ പിന്നല്ലേ? അടിപൊളി, നല്ല പാട്ട് തന്നെയാണ് വരുന്നത്. ഗ്രാമഫോണിന് ഓർമ്മ നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മ നിൽക്കണം അതേ പാട്ട്. ഇതിന് എത്ര നേരം വർക്ക് ചെയ്യും? ഇതിപ്പോൾ ഒരു 3 മിനിറ്റ്. 3 മിനിറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഈ കൊടുത്ത വൈൻഡിങ്ങിൽ വർക്ക് ചെയ്യും. അത് റെക്കോർഡ് ഒരു പാട്ടല്ലേ ഉള്ളൂ. ഇത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് എടുക്കണം. ഇതിങ്ങനെ എടുക്കുക, ഇത് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുക. വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള ഈ ശബ്ദം ഈ ഒരു ലൗഡിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇത് ഈ സൂചിയുടെ മേലെ നിന്നാണ് ഈ സൗണ്ട്. ഇതിൻ്റെ മേലെ പാട്ടുണ്ട്. ഇത് സൂചി വലിച്ചെടുത്തിട്ട് ഇതിൽ കൊടുക്കും. ഇതാണ് സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ. സൗണ്ട് ബോക്സ്. എന്നിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. ഇതൊക്കെ ഇതാണ് ഓപ്പൺ ഉണ്ടാവും. നമുക്കിത് വേണമെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൽ കൂടെയാണ് ഇതിൻ്റെ സൗണ്ട് കയറി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ CD പ്ലെയർ ഇതാണോ ഇതിൻ്റെ? ഇതിലാണോ ഈ പാട്ടുകൾ? ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പോൾ കേട്ട പാട്ട് ഏതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ പെരിയാറ് പഴയ ഭാര്യയുടെ. അപ്പോൾ ആ ഒരു ഇത് ഈ ഒരു പ്ലെയറിലാണ് ഉള്ളത് അല്ലേ? ഈ ഒരു CD-യിൽ. ഇതിന് CD തന്നെയാണോ പറയാ? അല്ല, ഇത് പിന്നെ റെക്കോർഡ് എന്ന് പറയും. റെക്കോർഡ്. അപ്പോൾ ഇനി വേറൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വെക്കണം. ഇതിൻ്റെ മേലെ 2 പാട്ടുണ്ടാവും. ഇതിൽ 2 പാട്ടുള്ളൂ? ഓക്കെ. ഇത് വെച്ചിട്ട് വേറെ ഒരു പാട്ടുണ്ടാവും. ഇതിങ്ങനെ മറിച്ച് ചെയ്യാം അടുത്തത്. അത് ശരി. അപ്പുറത്തെ ആ ഒരു ഭാഗത്ത് ആ ഒരു പാട്ടുള്ളൂ? ആ ഒരു പാട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഇപ്പുറത്തൊന്ന് വെച്ചത് നിങ്ങൾ ആ പഴയ പാട്ട്.
അപ്പൊ സുലൈമാൻക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു പാട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ ഒരു റെക്കോർഡിൽ 2 പാട്ടുകൾ. ഇത് കംപ്ലൈന്റ് ആവുന്നില്ലല്ലോ, സ്ക്രാച്ച് വന്നാലൊന്നും പ്രശ്നമില്ല. സുലൈമാൻക്ക് അതൊന്ന് പൗസാക്കാവും. പൗസാക്കലൊക്കെ ഇങ്ങനെയാണല്ലേ? ഇന്നത്തെ സിസ്റ്റം ഒന്നല്ല, ബട്ടൺ ഞെക്കിയാലൊന്നും ആവില്ല. അപ്പൊ ഇത് നിങ്ങൾ എവിടുന്ന് വാങ്ങിയതാ? ഇത് ചെറുപ്പത്തിൽ മേടിച്ച സാധനം. അത് അപ്പൊ കുറെ വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അങ്ങനെ മേടിച്ചതാ. കാരണം ഞാൻ പിന്നെ ഇതല്ലായിരുന്നു എൻ്റെ അടുത്ത്. എൻ്റെ ഉപ്പ എനിക്ക് ബോംബെന്ന് വെച്ച് തന്നൊരു പെട്ടിപ്പാട്ടുണ്ടായിരുന്നു, അതിനെ തുറന്ന് വെച്ച് പാടിക്കുന്നതാണ്. അവിടുന്ന് ഇത് തുടങ്ങിയത്. പിന്നെയാണ് ഞാനിത് ഈ പിന്നെ കോയിലുള്ള സാധനം സംഘടിപ്പിച്ച്. അപ്പൊ ഈ ഗ്രാമഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ ശരിക്കും യഥാർത്ഥത്തിൽ ഗ്രാമഫോൺ. ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഇത് ഇറങ്ങിയിട്ട്? നിങ്ങളുടെ ഇറങ്ങിയിട്ട് കുറെ വർഷമായിട്ടുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പൊ എനിക്ക് 74 വയസ്സായി. ഞാൻ ഇത് കാണുന്നത് ഒരു 8 വയസ്സ് ആ പ്രായത്തിലാണ്. ഞാൻ ഒരു വൈദ്യരുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ. അന്നൊക്കെ ഭയങ്കര റയറാവും, എല്ലായിടത്തും ഉണ്ടാവില്ല. ഇല്ല, ഇത് ഇവിടെ കിട്ടായിട്ട് ഞാൻ വീട്ടിൽ വന്ന് കരഞ്ഞിട്ട് ഉപ്പ പിന്നെ ബോംബെന്ന് വരുത്തിക്കാം. അത്ര കിട്ടാനില്ല സാധനം. നിങ്ങൾ ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇതോ? ഇത് ഞാൻ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാളായിരുന്നു മേടിച്ച. കുറെ വർഷങ്ങൾക്ക് ഇപ്പോഴും റോഡ് സൈഡിനൊക്കെ കാണാം അല്ലേ? അതൊക്കെ ഇത്ര ഉപയോഗമുള്ളതോ? അതൊക്കെ ഒരു ഷോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതല്ല? ഇങ്ങനൊന്നും ഇത്ര നല്ല മെഷീനറികളൊന്നും കിട്ടില്ല. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ വുഡൊക്കെ നല്ല വുഡാന്നാ തോന്നുന്നല്ലേ? നിങ്ങളടുത്ത് വേറെ ടേപ്പ് റെക്കോർഡ് എന്താ ഉള്ളത്? പറഞ്ഞേ റെക്കോർഡ് പ്ലെയർ ഉണ്ട്. ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചു കൊടുക്കി. സുലൈമാനൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വിശ്രമത്തിന് ഉപയോഗിക്കുന്ന ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ. ഇതും മരത്തിന്റെ തന്നെയാണ് അല്ലേ? അപ്പൊ ഇതാണ് റെക്കോർഡ് പ്ലെയർ. ഇതിന്റെ പേരെന്താ? റെക്കോർഡ് പ്ലെയർ അല്ലേ? ഇതും കാണുമ്പോ ഇതും CD ഇത് തന്നെയാണോ? ഇതിലാണ് റെക്കോർഡ് ആവുക അല്ലേ? ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ടാവും. ഇതിലിപ്പോ 6 പാട്ടുണ്ട്. അപ്പൊ ഇതും മാനുവൽ ആയിട്ട് ഇത് ഇലക്ട്രിക് പവറിന് യൂസ് ചെയ്യാം അതല്ല? എന്നാ ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ. പഴക്കമുണ്ടാവും ഇത്. ഏകദേശം പിന്നെ ഗ്രാമഫോണില്ലേ, അതിന് ശേഷം ഇറങ്ങിയ സാധനമാണ്. പിന്നെ ഗ്രാമഫോണിന് ശേഷം ഇറങ്ങിയ ഒരു 40 വർഷമൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ല. നിങ്ങൾ ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചാ. അതല്ല, ഒരാളെ വീട്ടിൽ പോയിട്ട് മേടിച്ചാ. ചോദിക്കാൻ പറ്റുമോ അറിയില്ല, എന്നാലും ചോദിക്കും. ഇതിന് ഏകദേശം എത്ര വില വന്നിട്ടുണ്ടോ? എനിക്ക് ഇതിനൊരു 12,000 രൂപ അന്ന് വില വന്നിട്ടുണ്ട്. അന്നല്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലൈന്റ് ഒന്നുമില്ല. ഇതിനെന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരാറുണ്ടോ? ഒന്നുമില്ല. ഇത് കൻബോർഡാണ് സാധനം. നല്ല കൻബോർഡ്. ഇതിനും അതേ പിൻ സിസ്റ്റം തന്നെയാണ്? അത് മാഗ്നറ്റായി സാധനം. അത് ശരി. മറ്റേ അതിന്റെ പോലെയല്ല, പിന്നൊന്നല്ല. പിന്നെ ഇതിലെന്താ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണുന്നുണ്ട്? അത് ഓട്ടോമാറ്റിക് ആണ്. ഇതിപ്പോ നമ്മൾ പാട്ട് തീർന്നു കഴിഞ്ഞാൽ മൂപ്പര് അങ്ങനെ പോയിട്ട് അവിടെ ഇരിക്കും, ഇത് ഓഫ് ആയിക്കോളും ഓട്ടോമാറ്റിക്. അതല്ല, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോണത് റെക്കോർഡ് പ്ലെയർ തന്നെയാണ്, സോണിയുടെ. ഇതിന്റെ കൂടെ തന്നെ സുലൈമാർക്ക് ബോക്സ് ഉണ്ടല്ലോ ഇതിന്റെ കൂടെ? 2 ബോക്സ്. ഇതും ഏകദേശം ഗ്രാമഫോണിന് ശേഷം ഇറങ്ങിയതായിരിക്കും അല്ലേ? ഇതൊന്ന് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചോ ഇതില്. ശരി.
സുലൈമാൻകാട് വീട്ടിൽ നിന്ന് നമ്മൾ ഗ്രാമഫോൺ പരിചയപ്പെട്ട് പിന്നെ അടുത്തൊരു റെക്കോർഡ് പ്ലെയർ പരിചയപ്പെട്ട് മൂന്നാമത്തെ സോണിയുടെ റെക്കോർഡ് പ്ലെയർ. പിന്നെ പഴയകാലം വീഡിയോ കാസറ്റ് നിങ്ങളടുത്ത് അടുത്തെന്താ ഉള്ളത്? ഇതൊന്ന് നോക്കിയോ? ഇനി ഇതാ പഴയ കാലത്തെ ടേപ്പ് റെക്കോർഡ് ഇത് വർക്ക് ചെയ്യുന്നതാ? വർക്ക് ചെയ്യും. ഇത് ഏകദേശം ഇതിന്റെ ഒക്കെ ശേഷം ഇറങ്ങിയ ടാപ്പ് റെക്കോർഡിലേക്ക് ഇറങ്ങും. കാസറ്റും നമുക്കിടെ റേഡിയോ. ഇതൊക്കെ ഇപ്പൊ ആളുകളുടെ അടുത്തില്ല, എന്നാലും പഴയ കാലത്ത് ഇതൊക്കെ രാജാവായിരുന്നു. ശരി, ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. വളരെ പരോക്ഷമായി നാടിസമ്പത്തിന് ഭാഗമായി വർദ്ധിക്കുന്നതിനോടൊപ്പം ശരീര ഊഷ്മാവ് വർദ്ധിക്കും. തൽഫലമായി ഹൃദയത്തിൻ്റെയും സമാധീതമായി വർദ്ധിക്കും. മാത്രമല്ല ശരീരത്തിന് കാലത്ത് ടെലിവിഷനും ഇല്ലാത്ത സമയത്ത് ഇതിലല്ലേ നമ്മൾ വാർത്ത ആകാശവാണിയുടെ വാർത്തകളൊക്കെ റേഡിയോ ആണോ? അതിന്റെ ശേഷമാണ് ഈ റേഡിയോ. ഇത് ഇത്രയും വലിയ സാധനത്തിൽ റേഡിയോ മാത്രമേ. അപ്പൊ ചെങ്കള ഇതും പഴയകാലം ഒരു റേഡിയോ ആണ്. ഈ റേഡിയോയിൽ നിന്ന് കംപ്ലീറ്റ് സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ. ഈ റേഡിയോയിൽ നിന്നാണ് പിന്നെ ഈ ഒരു തലത്തിലേക്ക് ശരീരതാപനില ഒരു പരിധി വരെ നിയന്ത്രിക്കുവാൻ. പിന്നെ നമ്മൾ കാണാത്ത ഒരു വേറൊരു ടേപ്പ് റെക്കോർഡ് വിടട്ട്. ഇതിൽ കാസറ്റും ഇടാല്ലേ? ഇത് കാസറ്റ് അല്ലേ? ഓഡിയോ കാസറ്റ്. ഓഡിയോ കാസറ്റാണ്. എന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. തിരിച്ചിരുന്നോ? അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഗ്രാമഫോണും പിന്നെ 2 പാട്ട് എന്താ പറയുക റെക്കോർഡ് പ്ലെയറും ഇതാ DVD. പഴയ DVD. 2 റെക്കോർഡ് പ്ലെയറും പിന്നെ DVDയും 3 റേഡിയോ അല്ലേ? ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട്. ഇതൊക്കെ നമ്മുടെ സുലൈമാൻകാട് ശേഖരണത്തിലുള്ളതാണ്. ഇതൊക്കെ റെക്കോർഡുകളാണ്, പാട്ടുപെട്ടികളാണ് കംപ്ലീറ്റ്. പിന്നെ ഇതിനൊരു പേരില്ല സുലൈമാൻക്ക്, എന്തൊരു 543 അല്ലേ? പഴയ കാലത്തെ റേഡിയോ. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ തൂക്കി പിടിച്ച് വരുന്ന അന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇത് തൂക്കി പിടിച്ചിട്ട് വരിക അല്ലേ? ഇപ്പൊ ഇതും ഓർമ്മ മാത്രമായി. ഇതൊക്കെ DVD കാസറ്റ് കണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 543. നിങ്ങളിത് കൊണ്ടുവന്ന ഗൾഫിൽ നിന്ന്? അല്ല, ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചല്ലേ? ഒരു ഗൾഫാൻ്റെ അടുത്ത് മേടിച്ച അന്ന് കുറെ വർഷങ്ങൾക്ക് അല്ല. ഇപ്പോൾ ഇതും വർക്ക് ചെയ്യണല്ലേ? എന്തായാലും നിങ്ങൾ എടുത്തു വെച്ചതിൽ നല്ല കാര്യം. കാരണം ഗ്രാമഫോണിലെ പാട്ടൊക്കെ കേൾക്കുമ്പോഴല്ല പഴയകാലം അങ്ങനെ തന്നെ ഓർമ്മ വരികയാണ്. ഞങ്ങളും കൂടി കാണാത്ത യുഗം. കാരണം നിങ്ങളൊക്കെ അന്നുണ്ട് 74, 75 നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും. ഇതൊക്കെ റെക്കോർഡുകളാട്ടാ. റെക്കോർഡ് സൂക്ഷിച്ച് വെച്ചാണ്. മറ്റേ ഗ്രാമഫോണിന്റെ റെക്കോർഡുകൾ. ഇതിലൊക്കെ ഓരോ പാട്ടുകളുണ്ട് അല്ലേ? എല്ലാത്തിലും പാട്ടുകളുണ്ട്. ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക. ശരി, ഇതാണ് ഇതിന്റെ പിന്നുകൾ അല്ലേ? അതാണ് ഇതിന്റെ പിന്നുകൾ. ഇപ്പൊ കിട്ടാൻ വളരെ പ്രയാസ സാധനങ്ങൾ. ഈ പിന്നൊന്നും ഇവിടെ കിട്ടാനില്ല. ഇല്ല. എന്തായാലും ഓക്കെ സുലൈമാൻക്ക,
ഇപ്പൊ നമ്മൾ ഗ്രാമഫോൺ ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവരാണ് വിലയിരുത്തേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ഒറിജിനൽ ആയിട്ടുള്ള ഗ്രാമഫോൺ. അതിലൂടെ കേട്ട പെരിയാർ എന്നുള്ള വരികളും പിന്നെ വേറൊരു പാട്ടും കൂടി വെച്ചിട്ടുണ്ട്. ദയാപരനായ കർത്താവ്. ആ 2 പാട്ടുകളും നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഞാനും സുലൈമാനിക്കും ബൈ ബൈ.